സായി വെൻഷിമ യാൻഷി ഫൈഫു. ഇതൊരു പാലി ഭാഷയിലുള്ള പഴമൊഴിയാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ വളരെയധികം ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ സന്തോഷത്തിന് കാരണമായേക്കാം. അതുപോലെ ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് സന്തോഷം അനുഭവിച്ചു എന്ന് തോന്നിയാൽ അത് ഭാവിയിൽ ദുഃഖത്തിനും കാരണമായേക്കാം. ഇതാണ് ഇതിന്റെ അർത്ഥം. അതായത് നമ്മൾ ഒരു കാര്യവും ചിന്തിക്കാതെയും അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെയും പഠിക്കാതെയും നമ്മൾ ഒരു കാര്യത്തിലും തീർപ്പ് കൽപ്പിക്കരുത് എന്നുകൂടി ഇതിന് അർത്ഥമുണ്ട്. അതായത് നല്ലതോ ചീത്തയോ എന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു കാര്യവും ഒരു ദുഃഖവും അധികം നാൾ നീണ്ടു നിൽക്കില്ല എന്നുകൂടിയാണ് ഇതിൻ്റെ അർത്ഥം പറയുന്നത്. അതുപോലെ വേറൊരു വളരെ അർത്ഥവത്തായ ഒരു പഴമൊഴിയാണ് ആത്തദീപോ ഭവ. അത്തദീപോ ഭവ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് നീ നിനക്ക് തന്നെ വെളിച്ചമാകുക, സ്വയം വെളിച്ചമാകുക. ഇത് കൂടുതലായിട്ട് വിശദീകരിച്ച് പറഞ്ഞാൽ എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വ്യക്തി ഭൂമിയിൽ ജനിച്ച് വീഴുമ്പോൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവിതം ഭൂമിയിൽ ജനിച്ച് വീഴുമ്പോഴത്തേക്കും ഒരുപാട് മതങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ പിടിയിലായിരിക്കും ഇവർ ജനിച്ച് വീഴുക. ഇവർക്ക് അവരുടെ അനുഷ്ഠാനം മാത്രമേ അറിയുള്ളൂ. എന്നാൽ ഇതിൻ്റെ സത്ത് ഒരു മതത്തിലായാലും ഏതിലായാലും അത് അവനവൻ്റെ ജീവിതത്തിന് ഉതകുന്ന ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം. അതല്ലെങ്കിൽ അത് എന്താണോ അതിൽ അടങ്ങിയിരിക്കുന്നത് അത് എടുത്തുകൊണ്ട് അവൻ്റെ ജീവിതത്തെ ഉയർത്തിയിട്ട് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കണം എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. അതായത് അവനവൻ തന്നെ സ്വയം വെളിച്ചമാകുക. അതായത് സ്വയം പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ സ്വയപ്രയത്നത്താൽ ഏതൊരു കാര്യവും നേടിയെടുക്കണം എന്നതുകൊണ്ടും ഇത് ഇവിടെ അർത്ഥമാക്കുന്നു. സ്വന്തം പ്രയത്നത്താൽ ഏതൊരു കാര്യവും നേടിയെടുക്കുക, അവന് വേണ്ടിയുള്ള ജീവിതം അവനവൻ തന്നെ കണ്ടെത്തണം എന്നൊരു അർത്ഥവും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ പല മതങ്ങളുടെയും ഗ്രന്ഥങ്ങളുടെയും വിശ്വാസങ്ങളുടെയൊക്കെ പുറകിൽ അടിച്ചമർത്തപ്പെടുന്നുണ്ട്. ഇത് അതിൻ്റെ സത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഏതൊരു മതഗ്രന്ഥമായാലും ഏതൊരു സത്യപുസ്തകമായാലും അത് തുറന്നു കഴിഞ്ഞാൽ, ആ സത്യമാകുന്ന പുസ്തകം തുറന്നു കഴിഞ്ഞാൽ രണ്ട് വശങ്ങളുണ്ടാകും അതിന്. ഒന്ന് നെഗറ്റീവ് വശവും ഒന്ന് പോസിറ്റീവ് വശവും, അല്ലെങ്കിൽ ഇടതുവശവും വലതുവശവും. ഇതിനെ സ്വന്തം യുക്തി കൊണ്ടും വിവേചിച്ചറിയുകയും ആവശ്യമുള്ളത് അതിൽ നിന്ന് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഈ പഹൽഗാം പോലുള്ള അക്രമങ്ങൾ ഒക്കെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. കാരണം അടിയുറച്ച വിശ്വാസം അത് മാത്രമാണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആർക്കും സാധിക്കുന്നില്ല. അവനവൻ്റെ ജീവിതത്തിന് ഏതാണോ ഉതകുന്നത് അത് എടുത്ത് മുന്നോട്ട് പോകാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ വളരെ വളം വെച്ച് വലുതായി വരുന്നത്. അത് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ സത്യപുസ്തകത്തിന് രണ്ട് വശങ്ങളുണ്ടെന്നും ആ വശങ്ങളിൽ ഏതാണോ അവന് ഉതകുന്നത് അത് മാത്രം എടുത്ത് അവൻ്റെ ജീവിതത്തിന് സ്വയം വെളിച്ചമാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ തിരിച്ചു പോവുകയല്ല നമ്മൾ പോകേണ്ടത്. ഇതിനെയൊക്കെ യഥാർത്ഥ വസ്തുനിഷ്ഠതയോടുകൂടി പഠിച്ച് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകൂ എന്ന് നമ്മൾ പറയുകയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലുള്ള അക്രമങ്ങളിലേക്ക് ഈ മതങ്ങളും മറ്റുള്ളതും ഒക്കെ പോകും. അപ്പോൾ നമുക്കിതിനെയൊന്നും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. കാരണം ഇവർ പഠിപ്പിക്കുന്നതെല്ലാം അതിൻ്റെ ഒരു വശം മാത്രമാണ്. ഇതിൻ്റെ രണ്ട് വശവും എടുത്ത് അതിൽ ഈ മതങ്ങൾക്ക് വേണ്ടത് മതങ്ങൾ എടുക്കുക, വ്യക്തികൾക്ക് വേണ്ടത് വ്യക്തികൾ എടുക്കുക. മതങ്ങളെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ സാധിക്കുകയില്ല. അതിന് അതിൻ്റെതായ കാര്യങ്ങളും അറിവുകളും അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എടുത്ത് നമ്മുടെ ജീവിതത്തിന് സന്തോഷമാകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കി ഉപേക്ഷിക്കുക. നമുക്കറിയാം, നമുക്ക് ഒരു നെല്ല് വിതച്ചാൽ അല്ലെങ്കിൽ അത് നെല്ല് കൊയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഒരു വിത്ത് വിതച്ചാൽ അതും കൊയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഒരു തേങ്ങ ഉണ്ടായാൽ അതും നമുക്ക് എടുക്കാൻ പറ്റും. അത് തേങ്ങ എന്ന് പറയുന്ന കാമ്പ് വേണ്ടവർ കാമ്പ് എടുക്കും, അതിൻ്റെ ചകിരിച്ചോറ് വേണ്ടവർ ചകിരിച്ചോറ് എടുക്കും. അതുപോലെ അതിൻ്റെ ചകിരിപ്പോള വേണ്ടവർ ചകിരിപ്പോള എടുക്കും. അതിൻ്റെ ചിരട്ടയാണോ ആവശ്യം അതായിരിക്കും ചിലവർ എടുക്കുക. ഇതിൽ ഏതാണോ ആവശ്യക്കാരുള്ളത് അത് എടുത്ത് അവർ പെരുമാറും.
എന്നാൽ ഇതിൽ ഈ കാമ്പാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഈ കാമ്പിനെ കണ്ടെത്താൻ ഒരു വ്യക്തിയും സഹായിക്കുകയില്ല. അത് അവനവൻ തന്നെ ചെയ്യണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതാണ് അത്തദീപോ ഭവ, സ്വയം പ്രകാശിക്കുന്ന ഒരു വ്യക്തിയാകുക. നമുക്ക് എല്ലാവരും ഒരാളുടെ കീഴിൽ വീഴുകയല്ല വേണ്ടത്. നമുക്കും സ്വയം ദൈവമാകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ സ്വയം പ്രകാശിക്കുകയും ആ പ്രകാശം മറ്റുള്ളവർക്ക് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സത്യത്തെ അറിയുക. അല്ലെങ്കിൽ നമുക്കറിയാം, ഒരു ദീപം കൊളുത്തി കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കും മറ്റുള്ള ദീപത്തെ കൂടി ജ്വലിപ്പിക്കാൻ ആ ഒരു വസ്തുനിഷ്ഠതയ്ക്ക് സാധിക്കുന്നതാണ്. ഇതുപോലെയാണ് ഓരോ പഴമൊഴിയും. അത് പല ഭാഷകളിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഏതാണ്ട് 122ഓളം ഭാഷകളുണ്ട്. അതുപോലെ തന്നെയാണ് മദർ ടങ്സ് എന്ന് പറയുന്നത് 233ഓളം മദർ ഭാഷകളുമുണ്ട്. അതായത് കേരളത്തിൽ തന്നെ അറിയാം, തിരുവനന്തപുരം ഒരു ഭാഷയായിരിക്കും, കണ്ണൂർ വേറെ രീതിയിലായിരിക്കും ഉച്ചരിക്കുക, എല്ലാവരും ഉച്ചരിക്കുന്നത് മലയാളമായിരിക്കും. പക്ഷേ അവരുടെ സ്ലാങ്ങിൽ വ്യത്യാസമുണ്ട്. ഇതുപോലെയാണ് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കണം. എന്നാൽ നമുക്ക് അതിൽ കൂടുതൽ ഉയർച്ചയും അറിവും ഉണ്ടാകുകയും നമ്മുടെ ജീവിതത്തിന് അത് ഉതകുകയും ചെയ്യും. ഇത് അറിയുന്നവർ മറ്റുള്ളവരിലേക്കും നമ്മൾ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നന്ദി.